ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കളക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണ കുറച്ച് സാരീസാണ്. 4 സാരീസാണ് കാണുന്നത്. 2 കോട്ടൺ സാരീസും 2 ചെക്ക് കോട്ടൺ സാരീസുമാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് വേറെ കുറച്ച് പുതിയ ഡിസൈൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഓരോ സാരീസ് നമുക്ക് കണ്ടു നോക്കാം. അതിൻ്റെയൊക്കെ പ്രൈസ് വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഫോൺ നമ്പറും ഏത് വാട്സപ്പ് നമ്പറിലോട്ട് അയക്കേണ്ടതെന്നുള്ള ഫോൺ നമ്പറും താഴെ തന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക. ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്കവരും സ്ക്രീൻഷോട്ട് അയക്കാണ്ട് എനിക്ക് ആ വീഡിയോയുടെ ലിങ്ക് തന്നെ അയച്ചു തന്നിട്ട് ഇന്ന സാരി വേണമെന്ന് പറയുകയാണ്. അപ്പോൾ അതിൽ നമുക്കും കൺഫ്യൂഷൻ ആവും. പിന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് അയച്ചു തരണം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ ചെക്കോട്ടയാണ്. ചെക്കോട്ട പിസ്ത ഗ്രീൻ ചെക്കോട്ടയിൽ ബേബി പിങ്ക് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പേൾ കോട്ടൺ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തത്. നോർമൽ ത്രെഡ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ കോട്ടൺ ത്രെഡ് അല്ല, പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുന്താണിയിൽ വരുന്ന ഒരു ഡിസൈനിങ്. മുന്താണിയിൽ ഫുള്ളും 2 സൈഡിലും സെൻറ്ററിലും ഓരോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ കാരി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷാഡോ വർക്ക്, പിന്നെ അതിൻ്റെ സാറ്റിൻ സ്റ്റിച്ച് പോലെ, പിന്നെ ഇത് ഫ്ലൈ സ്റ്റിച്ചും, അല്ലെങ്കിൽ ഫ്ലൈ സ്റ്റിച്ചല്ല ഫ്രഷ് ബോൺ സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചിക്കൻ കാരി വർക്കിൽ വരുന്ന ലക്നൗ ചിക്കൻ കാരി വർക്കിൽ വരുന്ന സ്റ്റിച്ചസ് ഒക്കെയാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈനിങ് ആണ്. ഒരു മാങ്കോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാങ്കോ ഡിസൈനാണ് നമ്മൾ മുന്താണിയുടെ ഒരു സൈഡിലും സെൻറ്ററിലും അതുപോലെ തന്നെ മറു സൈഡിലും മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളും ആ പിങ്ക് കളർ ത്രെഡ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഷാഡോ വർക്ക് ഇങ്ങനെയാണ് ഷാഡോ വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതോടെ മുന്താണിയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഈ മാങ്കോ ഡിസൈൻ സെയിം സൈസ് തന്നെ മാങ്കോ ഡിസൈൻ 2 എണ്ണം റണ്ണിങ് പോർഷനിൽ വന്നിട്ടുണ്ട് ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആവും. മാങ്കോ ഡിസൈൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിൽ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ ഇതുവരെ ഇങ്ങനെ 3 മാങ്ങയാണ് വരുന്നത് ഫ്രണ്ടിൽ. പിന്നെ ബോട്ടം പ്ലീറ്റ്സിലാണ് കുറച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് വർക്ക്. അപ്പം മുന്താണിയിൽ 3, റണ്ണിങ് പോർഷനിൽ 2, ഷോൾഡർ പ്ലീറ്റിൽ 3. ഈ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്ത് കാലിൻ്റെ അവിടെയാണ് ഡിസൈൻ വരുന്നത്. ബോട്ടം പ്ലീറ്റ്സിൽ വർക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ പ്ലീറ്റ്സിൻ്റെ തുടക്കത്തിലും തുടങ്ങുന്നതിന് മുമ്പും അതുപോലെ തന്നെ പ്ലീറ്റ്സ് കഴിയുന്ന ആ ഒരു പോർഷനിലും 2 ഡിസൈൻ താഴെ വരുന്നുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 10 ഡിസൈൻസ് ആണ് ഉള്ളത്. ഈ ഗ്രീൻ സാരിയിൽ ഇതുപോലത്തെ 10 മാങ്കോ ഡിസൈൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ സാരിയിൽ ഈ ഗ്രീൻ കളർ ബ്ലൗസ് തന്നെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല, സാരി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് 2x2 ബ്ലൗസ് പീസ് ഇട്ടാൽ മതി. ഗ്രീൻ കളർ 2x2 ബ്ലൗസ് പീസ് ഇട്ടാൽ മതി. ഇത് അപ്പോൾ ഇതുപോലത്തെ 10 ഡിസൈനാണ് ഈ സാരിയിൽ വരുന്നത്. കോട്ടയുടെ തന്നെ ഒരു മാവ് കളറാണ് ചെക്കോട്ടയുടെ. അതിൻ്റെ അകത്ത് മെറൂൺ കളർ ത്രെഡിട്ട് കോട്ടൺ ത്രെഡിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വർക്ക് വരുന്നത് ഇതുപോലെയാണ്. ഹണികോം സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെറൂൺ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഹണികോം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ഒലീവ് ഗ്രീൻ കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലീഫ് തയ്ക്കാൻ. സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് നമ്മുടെ മുന്താണിയുടെ ഒരു പോർഷനിൽ. അതുപോലെ തന്നെ മറു പോർഷനിൽ അതിൻ്റെ ഒരു 2 ഡിസൈനേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ 3 ഡിസൈനും കുറേ ലീവ്സും ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ 2 ഡിസൈനേ ഉള്ളൂ മുന്താണിയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഡിസൈൻ, പിന്നെ ഇവിടെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് കഴിഞ്ഞിട്ട് വേറൊരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ ഡിസൈനിങ് 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണം ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇതെല്ലാം പിന്നെ മുന്താണിയിൽ മാത്രമാണ് 3 ഫ്ലവർ വന്നിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഇങ്ങനത്തെ 2 ഫ്ലവർ ആയിട്ടുള്ള ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ താഴെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ 2 ഫ്ലവർ ആയിട്ട് ഇങ്ങനെ
മേലെ മേലെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ. അത് കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ ആയിട്ടും നിൽക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഈ ഹണികോം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് സമയം അധികം എടുക്കും. ഇങ്ങനത്തെ ഈ ഒരു സിംഗിൾ ഫ്ലവർ നമ്മൾ നമ്പർ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 18 ഇങ്ങനത്തെ ഡിസൈനുണ്ട്. അതല്ല നമ്മളിങ്ങനെ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ കുറവായിരിക്കും. പക്ഷെ ഞാൻ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ 18 ഫ്ലവറാണ് നമ്മൾ ഈ ഒരു സാരിയിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1940 ആണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഈ സാരിക്ക് നമുക്ക് മെറൂൺ കളർ ബ്ലൗസ് പീസ് ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. ഇനി നമ്മൾ കാണാൻ പോണത് 2 കോട്ടൺ സാരീസാണ്. ചെക്കായിട്ടുള്ള കോട്ടൺ സാരീസ്. ഒന്ന് കോട്ടൺ ചെക്ക് കോട്ടയല്ല, നമ്മളിപ്പോൾ ആദ്യം കണ്ട സാരിയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കോട്ടൺ സാരിയാണ്. പക്ഷെ ചെക്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. വലിയ വലിയ കളങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് സാരിയാണ് ആദ്യം കാണുന്നത്. അതിൻ്റെ അകത്ത് നമ്മളൊരു പീകോക്ക് ഡിസൈനാണ്, ഒരു സിമ്പിളായിട്ട് നോക്കിയിട്ട് ഒരു പീകോക്കിനെ പോലെയായിട്ട് തോന്നുന്ന ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 6 strands യൂസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് പേർപ്പിൾ കളറാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഓഷ്യൻ ബ്ലൂ ഒക്കെ കളർ പോലെ, അതിന് ഡാർക്ക് ഓഷ്യൻ ബ്ലൂ പോലെ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഹെയർ ഇൻ ബോൺ ആണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലേസി 2 കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫെദർ പോലെ നമ്മളിവിടെ തയ്ച്ചിരിക്കുന്നത്. ലേസി അതിൻ്റെ അകത്ത് 2 കളർ ത്രെഡും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോങ് ഫ്രഞ്ച് നോട്ട് തയ്ച്ചിട്ടുണ്ട്. ഇവിടെ സാറ്റിൻ സ്റ്റിച്ച്, ബീക്ക് സാറ്റിൻ സ്റ്റിച്ചും, ഇവിടെ ഐസ് ഫ്രഞ്ച് നോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പീകോക്സ് ഇങ്ങനെ ബോർഡറിൽ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമ്മളിങ്ങനെ തയ്ച്ചേക്കുവാണ് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ വരുമ്പോൾ ഇതിപ്പം മുന്താണി തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് തയ്ച്ചു പോവുക. അതിങ്ങനെ കണ്ടിന്യൂസ് തയ്ച്ചു പോയി കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റ് ആയപ്പോൾ ഡയറക്ഷൻ മാറ്റിയിട്ടുണ്ട്. ഡയറക്ഷൻ മാറ്റി നമ്മൾ പീകോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം മുന്താണി തൊട്ട് ഫ്രണ്ടിലത്തെ ഷോൾഡർ വയറിൻ്റെ അവിടം വരെ കണ്ടിന്യൂസ് ഇതുപോലെ പീകോക്സ് തയ്ച്ചിരിക്കുകയാണ്. അപ്പം പുറകിൽ നോക്കിയാൽ മുമ്പിലാണെങ്കിൽ നല്ല ഹെവി വർക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത്. പിന്നെ ഇത് കാലിൻ്റെ അവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാലിൻ്റെ അവിടെ ഒരെണ്ണമുണ്ട്, അത് ഇവിടെയാണ് വരുന്നത്. കാലിൻ്റെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരെണ്ണം ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. ഒരു പീകോക്ക് ഇവിടെയും തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഡിസൈനിങ് വരുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 10 ഇങ്ങനത്തെ പീകോക്ക് ഡിസൈൻസ് ആണ് ഉള്ളത്. അപ്പം ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1700 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. 10 ഡിസൈനാണ് ഉള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റ് സാരിയാണ് നമ്മൾ കാണാൻ പോണത്. ഇതൊരു ഓറഞ്ച് ക്യാരറ്റ് പീച്ച് കളർ ഒരു സാരിയാണ്. ഇതും കോട്ടൺ സാരിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ വന്നിട്ട് നല്ല ബ്രൈറ്റ് കളർ കോമ്പിനേഷനാണ്. ബ്രൈറ്റ് ആയിട്ട് നല്ല എടുത്ത് നിൽക്കുന്ന ഒരു വർക്കുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കടായിക്കമ്മലാണ്. കടായിക്കമ്മലിൻ്റെ വേറൊരു ഡിസൈൻ. സാധാരണ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടുള്ള കുഞ്ഞു പെറ്റലാണ് കാണുന്നത്. ഇത് ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആണ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ഇവിടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ആണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലവർ നടുക്ക് ഒരു നല്ലൊരു വലിയ ബീഡും പേളും ആണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് മുന്താണിയിൽ ഒരു ഡിസൈനുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ 3 ഇതുപോലത്തെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് കളർ കോമ്പിനേഷനാണ്. തെറിച്ച് നിൽക്കുന്ന എടുത്ത് നമ്മളെ കാണിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് താഴെയാണ് വരുന്നത്. താഴെ ലെഗ് പോർഷൻ്റെ അവിടെയാണ് പിന്നെ ഡിസൈനിങ് വരുന്നത്. ലെഗ് പോർഷനിൽ വരുന്നതാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലാണ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പേൾ കോട്ടൺ ത്രെഡ് ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡ് ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്കായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വർക്കാണ് ഈ കടായക്കമ്മൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1700 ആണ് ഇതിൻ്റെ റേറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ സാരിയിൽ ഏത് സാരിയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ കുറേ സാരീസ് അല്ലെങ്കിൽ ചുരിദാറുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.